VS-നെയും വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം ഇപ്പോൾ വീടിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. വേലിക്കകത്തെ വീടിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. 1000 ഓർമ്മകൾ സമ്മാനിക്കാൻ കഴിയുന്ന വീടാണിത്. അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്ത വീട്. അതേ വീട് തൻ്റെ ജീവിതകാലം അത്രയും ഒരുപാട് തീരുമാനങ്ങൾക്കും ഒക്കെ വഴികാട്ടിയാകിയ അതേ വീട്ടിലേക്ക് അദ്ദേഹത്തെയും വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം എത്തിച്ചേരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്നും നന്മയുടെ വഴികളിൽ മാത്രം സഞ്ചരിച്ച സാധാരണ മനുഷ്യൻ്റെ ജീവശ്വാസമായി മാറിയ അതേ VS, ചേതനയേറ്റ VS ശാന്തമായി ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിലടിക്കുന്ന കടലുകൾക്കൊക്കെ എന്നേക്കുമായി വിരാമം കൽപ്പിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടിമുഴക്കമുണ്ടാക്കിക്കൊണ്ട് VS ആവേശഭരിതരാക്കിയ ആ സ്ഥലത്തേക്ക് വാഹനവ്യൂഹം കടന്നു വരികയാണ്. ഈ വിലാപയാത്രയിലൂടെ നമുക്ക് മനസ്സിലായത് സാധാരണ മനുഷ്യൻ്റെ ഹൃദയങ്ങളിലായിരുന്നു ഈ VS-ൻ്റെ സ്ഥാനം എന്നായിരുന്നു. താൻ എടുത്ത തീരുമാനങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി അദ്ദേഹം വിളിച്ചറിയിക്കുകയാണ്. ഇനി VS ഇല്ലാത്ത വേലിക്കകത്തെ വീട്ടിലേക്കാണ് തങ്ങൾ വരുന്നത് എന്നുള്ള ഓർമ്മയാണ് ഒരുപക്ഷെ ഈ മനുഷ്യരെ ഏറ്റവും ദുഃഖഭരിതമാക്കുന്നത്. VS ചരിത്രത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഒരുപക്ഷെ വേലിക്കകത്തെ ഈ വീട്ടിലേക്ക് VS കടന്നു വരുമ്പോൾ എത്രയോ പതിറ്റാണ്ടുകളായി സാമാന്യ ജനങ്ങൾക്ക് ആവേശവും അതുപോലെ ആശാകേന്ദ്രവുമായി മാറിയ വീട്ടിലേക്കാണ് ഇദ്ദേഹം വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. സാധാരണക്കാരുടെ കണ്ണുനീരിൻ്റെ നനവും കണ്ണുനീരിൻ്റെ ഉപ്പും മനസ്സിലാകിയ ജനനേതാവാണ്, ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന നേതാവാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹം വേലിക്കകത്തെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം എത്തിക്കഴിഞ്ഞു. ആഷ്മി താജ് ഇബ്രാഹിം ഒരുപക്ഷെ കണ്ണീരുണങ്ങാത്ത മനസ്സുമായി ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് കണ്ണീർ പൂക്കളർപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ്. തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവസാനം കണ്ടെത്താൻ VS-ന് കഴിയുമെന്ന് വിശ്വസിച്ച 10,000 കയറിയിട്ടുള്ള വീടാണ് ഈ വേലിക്കകത്തെ വീടെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. കലാപങ്ങളുടെയും സംഘർഷങ്ങളുടെയും വികാരഭൂമിയായിരുന്ന ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം സമാധാനം തേടി എത്തിയിട്ടുള്ളതും ഈ വീട്ടിലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുവാനും തൊഴിലാളി വർഗ സർവാധിപത്യം നാട്ടിലുണ്ടാക്കുവാനും പണിപ്പെട്ട VS അച്യുതാനന്ദൻ എന്ന മഹാവിപ്ലവകാരിയുടെ ശാന്തമായ ഈ വീട്ടിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം വരുന്നത്. ഇവിടെ പൊതുദർശനം വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടാകൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ വളരെ താമസിച്ചു പോയിരിക്കുന്നു. ആഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുകയാണ്. ഒരുപാട് രണസ്മാരകങ്ങളുള്ള ആലപ്പുഴ ജില്ലയിൽ വിരിമാർ കാണിച്ച് നടന്നു നീങ്ങിയ VS അച്യുതാനന്ദൻ എന്ന വിപ്ലവകാരിയുടെ വീടാണ് വേലിക്കകത്തെ വീട്. ഈ വീടിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് എന്ന് നമുക്കറിയാം. ബന്ധുജനങ്ങൾക്ക് കാണുവാൻ വേണ്ടി മാത്രം അവസരമൊരുക്കുന്നു. എന്നാൽ ഒരുപാട് ആളുകൾ ഈ വീട്ടിൽ ഇപ്പോൾ തടിച്ചു കൂടിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മൃതദേഹം വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പൊതുദർശനം അല്പസമയത്തിനകം അവിടെ ആരംഭിക്കും. അവിടെ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും ബന്ധുക്കളുമൊക്കെ എത്തിയിട്ടുണ്ട്. വാഹനത്തിലാണ് V അരുൺകുമാർ ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം. ത്തിനപ്പുറം ജനസാഗരത്തിൻ്റെ കണ്ണും കരളുമായി VS മാറി സ്വന്തം വീട്ടിലേക്ക് വേലിക്കകത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോവുകയാണ്. 100 ചുവപ്പൻ ഓർമ്മകൾ, അതിൻ്റെ സ്മരണകൾ ഉയർത്തുന്ന നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. എത്രയോ ആളുകളുടെ പ്രശ്നത്തിന് അദ്ദേഹം പരിഹാരം കണ്ടെത്തി അതേ വീട്ടിലേക്ക് അദ്ദേഹം ശാന്തമായി ഉറങ്ങുകയാണ്. ഒരുപക്ഷെ ഇനി VS നമുക്കൊപ്പം ഇല്ല. നമുക്ക് സമാധാനം പറയാനും നമുക്ക് അഭയമാക്കുവാനും കഴിയുന്ന രാഷ്ട്രീയ നേതാവ് എന്നേക്കുമായി എരിഞ്ഞടങ്ങാൻ പോകുന്നു എന്നുള്ള ചിന്ത അവിടെ കൂടിയിരിക്കുന്ന ആയിരങ്ങളുടെ മനസ്സിലുണ്ട്. ഈ ചരിത്രയാത്ര, ഒരുപക്ഷെ ഈ വിലാപയാത്ര കേരളം കണ്ടിട്ടുള്ള അപൂർവം വിലാപയാത്രകളിൽ ഒന്നാണ്. ജനമനസ്സുകളിൽ ജീവിക്കുന്ന VS അച്യുതാനന്ദൻ ഇത്രയും കാലം ജനങ്ങൾക്കൊപ്പമായിരുന്ന ഈ സമര നായകന് അന്ത്യയാത്രാമൊഴി നൽകാൻ എത്തിയിരിക്കുന്ന ആയിരങ്ങൾ ഈ വേലിക്കകത്തെ വീട്ടിന് മുന്നിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കൊപ്പം ആഷ്മി താജ് ഇബ്രാഹിം ചേരുകയാണ്.
വി എസ് അച്യുതാനന്ദൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ജനങ്ങൾ എത്രയോ തവണ അവർക്ക് അത്താണിയായി മാറിയ വീടാണിത്. അവർക്ക് ആശകൾ നൽകുകയും അവർക്ക് ആവേശമാകുകയും ചെയ്ത അതേ വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ ഭൗതിക ശരീരം വീടിനുള്ളിലേക്ക് എടുക്കുകയാണ്. ബന്ധുജനങ്ങൾക്കും വീട്ടിലുള്ളവർക്കും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിക്കുമൊക്കെ അന്ത്യയാത്രാമൊഴി നൽകാനും അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാനും ഈ ഭൗതിക ശരീരം വീട്ടിനുള്ളിലേക്ക് എടുക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ 8 പതിറ്റാണ്ടോളം കേരള രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ച കലാപകാരി, വിപ്ലവകാരി, ശാന്തമായി ഉറങ്ങുന്ന വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. അടുത്ത ബന്ധുക്കൾക്കും അയൽവാസികൾക്കുമൊക്കെ അശ്രുപൂജ ചെയ്യുവാനും അന്തിമോപചാരം അർപ്പിക്കുവാനും. ഇങ്ങനെയൊരു കാഴ്ച കാണാൻ കഴിയുന്ന അവസ്ഥയിലല്ല അവിടുത്തെ ജനങ്ങൾ. ഇടയ്ക്കിടെ പുന്നപ്പുറയുടെ ആകാശം പലതവണ മേഘാവൃതമായി നമുക്കറിയാം, എന്നിട്ടും മഴ പെയ്തില്ല. അവസാനമായി വി എസിനെ കാണാൻ പറവൂറിലെ വീട്ടിലേക്ക് ജനം ഒഴുകിയെത്തുകയാണ്. ആലപ്പുഴയിലെ CPM നേതാക്കൾ ഒരുക്കങ്ങളെല്ലാം വിലയിരുത്തി കഴിഞ്ഞു. പുന്നപ്പുറയിൽ ഒരുപക്ഷെ ഇത്രയും കാലം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനസഹസ്രമാണ് അണിനിരന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഇപ്പോൾ ആലപ്പുഴയിലുണ്ട്. ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലും CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലും ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ഈ ജനസഹസ്രത്തെ ഒരു നോക്ക് കാണുക. ജനഹൃദയങ്ങളിലായിരിക്കണം പൊതുപ്രവർത്തകർ ജീവിക്കേണ്ടത് എന്ന് പറയാതെ പറയുകയാണ് ഈ ജനാരവം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജനങ്ങളെ സ്നേഹിക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക, അവരുടെ പ്രശ്നങ്ങളിൽ മാത്രം ജീവിക്കുക, നന്മയുടെ വഴികളിൽ മാത്രം സഞ്ചരിക്കുക, ജനങ്ങളുടെ വെളിച്ചമായി മാറുക. ഇതൊക്കെ തന്നെ വി എസിനുണ്ടായിരുന്നു. താൻ പറയുന്നത് പ്രവർത്തിക്കുന്ന പറയും എന്നെപ്പോഴും കാർക്കശ്യം നിറഞ്ഞ വാക്കുകളിലൂടെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ ആ ജനനേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ പതിനായിരങ്ങൾ ഇപ്പോൾ വേലിക്കകത്തെ വീട്ടിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. മഴയും കാലാവസ്ഥയുമൊന്നും അവർക്ക് പ്രതികൂലമായ കാലാവസ്ഥയൊന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല. വഴിയോരങ്ങളിൽ കാത്തുനിന്ന പതിനായിരങ്ങളുടെ ആവേശമായി വി എസ് മാറുകയായിരുന്നു. ഇത്തരമൊരു വിലവയാത്ര അപൂർവമായി മാത്രമേ കേരളത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുകൂടി അറിയുക. വേലിക്കകത്തെ വീട്ടിനുള്ളിൽ ഒരുപാട് ബന്ധുക്കൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വളരെ സമയം മാത്രമേ അവിടെ ഈ പൊതുദർശനം ഉണ്ടാകൂ. ഇത് കഴിഞ്ഞാൽ CPMൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും. അത് കഴിഞ്ഞാൽ പോലീസ് റിക്രിയേഷൻ ക്ലബ്ബിലായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. ആയിരങ്ങൾ നടന്നു നീങ്ങുകയാണ്. വി എസിന് അശ്രപൂജ ചെയ്യാൻ എത്തിയിരിക്കുന്ന പതിനായിരങ്ങളുടെ കാഴ്ച ആകാശ ദൃശ്യമാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ജനസാഗരം ഏറ്റുവാങ്ങിയാണ് തിരുവനന്തപുരത്തെ സെക്രട്ടറിയിലെ ദർബാർ ഹാളിന് മുന്നിൽ നിന്ന് ഇന്നലെ ഉച്ചതിരിഞ്ഞ് 2:30 മണിക്ക് ഈ യാത്ര ആരംഭിക്കുമ്പോൾ ഉണ്ടായത്. ഇതിനിടയിൽ കോരിച്ചൊരിയുന്ന മഴ പെയ്തു. എന്നാൽ മഴയൊക്കെ അവഗണിച്ച പതിനായിരങ്ങൾ ഇരുവശങ്ങളിലും കാത്തുനിന്നു. അതൊക്കെ ചരിത്രമായി മാറുകയാണ്. തങ്ങളുടെ ജീവന് തുല്യം തങ്ങൾ സ്നേഹിക്കുന്ന ജനനേതാവിനെ ഒരു പ്രാവശ്യമെങ്കിലും കാണുവാൻ വേണ്ടി കാത്തുനിന്ന ആളുകൾക്ക് സമയ സൂചിക പ്രശ്നമായിരുന്നില്ല. മണിക്കൂറുകളിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ചില്ല. പോലീസുകാർക്കും റെഡ് വാളണ്ടിയേഴ്സിനും കണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തന്നെയായിരുന്നു ഈ ജനസഹസ്രം അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിൽ അണിചേരാൻ എത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 22 മണിക്കൂർ പിന്നിട്ടിട്ടാണ് ഇപ്പോൾ ഈ വേലിക്കകത്തെ വീട്ടിലേക്ക് വി എസിൻ്റെ ഭവനത്തിലേക്ക് ഈ യാത്ര എത്തിക്കഴിഞ്ഞത്. അതിനിടയിൽ ആയിരങ്ങളുടെ ഹൃദയങ്ങൾ താണ്ടിയാണ് ഈ വിലാപയാത്ര കടന്നു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വി എസ് അച്യുതാനന്ദൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഇടമാണ് ആലപ്പുഴ എന്ന് നമുക്കറിയാം.